ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു ഇശാഇന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ പത്തിരി ഇങ്ങനെ ചുട്ടുവെച്ചു കുനുകുനേനെ. മഹാനവർകൾ ചോദിച്ചു, പത്തിരി എവിടുന്ന? സാധാരണ ചോദിക്കും ചോദ്യം. പത്തിരി ഉപ്പ കൊണ്ടുവന്ന പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. മോള് പറഞ്ഞു, പത്തിരി കുഴക്കാൻ എവിടുന്ന വെള്ളം എടുത്തത്? ചോദ്യം നോക്കണം, അവരുടെ സൂക്ഷ്മതയുടെ ആഴ. അത് ഉപ്പ നമ്മളാ അപ്പുറത്തുള്ള ആ പൊതുകിണറ്റിൽ നിന്നാ വെള്ളം എടുത്തത്. പത്തിരി എനിക്ക് വേണ്ട. കാരണം നമ്മൾ പൊതുകിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന മെമ്പർമാരല്ല. നമുക്ക് സ്പെഷ്യൽ കിണർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അവിടുന്ന് വെള്ളം എടുത്തത്? എത്ര കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത പോലെ ജീവിച്ചാ പോരെ. നമ്മളെ ചിന്ത അങ്ങനല്ല, കിട്ടുന്നതും കിട്ടുന്നത് ആവോളം അങ്ങോട്ട് പോരട്ടെ. പറ്റിയതാണ് ശരി, പറ്റിയതല്ലത് ശരി. നമ്മളതിന്റെ മെമ്പർമാരാണ് ശരി, മെമ്പർമാരല്ലേ ശരി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മകളെ ചോദ്യം കേട്ടിട്ട് ഉത്തരം കേട്ടിട്ട് പറയുന്നു, എനിക്കിന്ന് പത്തിരി വേണ്ട. പൊതുവായി ഉണ്ടാക്കിയ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് പത്തിരിപ്പൊടി കുഴച്ച് പത്തിരി ചുട്ടത്. മാവ് കൊണ്ടുവന്നത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. ഹലാലായ പണം കൊടുത്തിട്ട് വാങ്ങിയതാണ്. വീട്ടിലെ ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ്. തീ കത്തിച്ചതും ആ വീട്ടിലെ വിറക് കൊണ്ടാണ്. വെള്ളം എടുത്തത് പൊതുകിണറ്റിൽ നിന്ന് ആയതുകൊണ്ട് എനിക്കിന്ന് ഭക്ഷണം വേണ്ട. ഉമ്മ പറയുന്നു എനിക്കും വേണ്ട. മക്കള് പറയുന്നു ഞങ്ങൾക്കും വേണ്ട. നിങ്ങൾ നോക്ക് സൂക്ഷ്മത. ആ ബാപ്പാന്റെ ഉമ്മാന്റെ അതേ ലെവലില് ആർക്കും വേണ്ട. അന്ന് രാത്രി എല്ലാവരും വെള്ളം കാരക്കയും കുടിച്ച് രാത്രി അങ്ങ് മുതലാക്കി. പിറ്റേന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പത്തിരി ഒന്നും ചട്ടി കാണുന്നില്ല. ചോദിച്ചു, പത്തിരി എവിടെ? അപ്പൊ മകള് പറഞ്ഞു, ഇവിടെ കുറച്ച് സാധുക്കളായ യാചകന്മാർ വന്നിരുന്നു, ഒക്കെ കൂടി അവർക്കും കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മഅദല്ലാഹ്, നമ്മൾ ഭക്ഷിക്കാൻ പറ്റാത്തത് ആരാക്ക് ഭക്ഷണമായി കൊടുത്തോ? നമ്മളത് ഭക്ഷിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ടല്ലേ മാറ്റി നിർത്തിയത്? ഇത് വേറൊരാൾക്ക് വിട്ടുകൊടുത്തോ? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് പറ്റൂല കേട്ടോ. ഏത് വീട്ടിൽ കോഴി ചത്തുപോയി, ഞമ്മ കൂട്ടാൻ പറ്റൂല, മറ്റാൾ വെച്ച് കൊടുത്താൽ മതി. പറ്റൂല, പറ്റൂലത്. ആ ഏർപ്പാട് പറ്റൂല. ശരീഅത്തിനെതിരാ. നമ്മോടുള്ള ഹുക്മ് അവരോടും കൽപ്പനയുണ്ട്. അറുത്തിട്ടല്ലേ നമ്മൾ ഭക്ഷിക്കേണ്ടത്. ആ അറുത്ത് തന്നെയാണ് നമ്മൾ അവർക്കും തീറ്റിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേക്ക് സംഗതി പണിയായിപ്പോയി. അപ്പൊ അതിന് പിന്നെ ഹയാത്ത് മുസ്തഖിറ ഒന്നുമില്ല. അപ്പൊ പിന്നെ അത് അറുത്തിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല, ഉപയോഗിക്കാനും പറ്റൂല. അതങ്ങ് പടഞ്ഞു തീർന്നുപോയി കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ എന്നാ ഞാൻ അതിനെ കുഴിച്ചിടണ്ട, മറ്റേ കൊടുത്താൽ മതി. ആർക്ക് കൊടുക്കണേ? ആർക്കത് കൊടുക്കാൻ പറ്റും? ഒരൊറ്റ കുട്ടി കൊടുക്കാൻ പറ്റൂല. കുഴിച്ചിടണം അവിടെ. അങ്ങനെ ഉണ്ടോന്ന് മുമ്പ് ചെറുപ്പക്കാരെ കൂടിയിട്ട് പിന്നെ എന്തോ ഒരു കടിക്കണ ജീവിയാന്നിട്ട് അടിച്ച് ശരിയാക്കി നോക്കുമ്പോ പന്ന്യ. അപ്പൊ അവരൊരു കുഴിച്ചിട്ട് മറ്റാക്ക് വിളിച്ചു കൊടുത്താൽ മതി, ഞമ്മക്ക് എന്തേലും വെള്ളത്തിനുള്ള പൈസ അയാൾ തന്നോടും. പറ്റൂല സഹോദരങ്ങളെ, ആർക്കും കൊടുക്കാൻ പറ്റൂല. നമ്മളോടുള്ള വിശുദ്ധമായ കൽപ്പന കൊണ്ട് അവരോട് കൽപ്പനയുണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോഴും പാലിക്കേണ്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പത്തിരിയൊക്കെ യാചകന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ല, പുറത്തിറങ്ങിപ്പോയി അവരെ അന്വേഷിച്ചു പോവുകയാണ്. സൂക്ഷ്മതയുടെ പാഠം പഠിക്കണം നമ്മൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തെരഞ്ഞു പോവുകയാണ്. ഒരു ഭാഗത്ത് യാചകന്മാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അവരാണെന്ന് തോന്നി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ? അവര് പറഞ്ഞു, അതെ ഉസ്താദേ, നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്ക് അവിടുന്ന് വല്ലതും കിട്ടിയോ? പത്തിരി കിട്ടിയിട്ടുണ്ട്. മുഴുവനും കിട്ടിയോ? മുഴുവനും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്തു? അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, തലവനായ ഒരാൾ പറഞ്ഞു, ഇത്രയധികം പത്തിരി കിട്ടിയപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അന്നൊക്കെ എത്ര കിട്ടിയത്? ഭക്ഷണം കഴിച്ച് 2 3 പത്തിരി ബാക്കി ഉണ്ടാവും, അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇത്രത്തോളം പത്തിരി ഈ വീട്ടിൽ നിന്ന് നമുക്ക് തന്നപ്പോ അവർക്ക് തിന്നാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നതായിരിക്കും മനസ്സിലാക്കി ഞങ്ങൾ ആരും തിന്നീല. അൽഹംദുലില്ലാഹ്. മഹാനവറുകൾ ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ ഭക്ഷിക്കാതെ വെച്ച സൂക്ഷ്മത നിങ്ങൾ നോക്കി. യാചകന്മാരിലേക്ക് വരെ സൂക്ഷ്മതയായി മാറിയില്ലേ? എത്ര വലിയ സൂക്ഷ്മതയുടെ തെളിവാണത്. ബാപ്പയും ഉമ്മയും ഉത്കൃഷ്ടരാണെങ്കിൽ, അവരാത്മീയമായ ഉത്കർഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ സംശയലേശം എന്നെ പറയാം, മക്കളും അതേ താവഴിയിലാണ്, അതിന്റെ പേരമക്കളും അതേ താവഴിയിലാണ്.
അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീണ്ടും ചോദിച്ചു, പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ആ കാണുന്ന ബഹറിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. മഹാനവർകൾ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ ഈ വീട്ടിൽ ഇനി മത്സ്യം വരൂല. നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്തവർ ഭക്ഷിച്ചില്ല എന്നുള്ളത് സന്തോഷമാണ്, പക്ഷേ അത് മത്സ്യത്തിനാണല്ലോ എറിഞ്ഞു കൊടുത്തത്, കൊണ്ടുവരുന്നത് അതാണെങ്കിലോ എന്ന സംശയത്തിൽ അന്നു മുതൽ അത് ഉപേക്ഷിച്ചു. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത്, ഉപ്പമാരോട് പറയുന്നത്, നിയമത്തിൽ നല്ല ഭദ്രതയുള്ളവരായി, ആത്മീയോത്കർഷത്തിൽ നല്ല ആവേശമുള്ളവരായി ജീവിക്കണം.